ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര ഏജൻസിയായ CBI വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ ഉടൻ തന്നെ കേസ് ഏറ്റെടുക്കും. ഇക്കാര്യം കോടതിയെ അറിയിക്കുമെന്നും CBI പറയുന്നു. ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ശബരിമല സ്വർണ്ണ കവർച്ച വിവാദം രൂപപ്പെടുന്ന സമയത്ത് തന്നെ കേന്ദ്ര ഏജൻസികളുടെ സാന്നിധ്യം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന ആവശ്യം വളരെ ശക്തമായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അതിനാൽ കേരള പോലീസോ അല്ലെങ്കിൽ കേരള പോലീസുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങളോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിലെ വമ്പൻ സ്രാവുകൾ നിയമത്തിന് മുന്നിലേക്ക് എത്തില്ല എന്ന വലിയ വിമർശനം ആ ഘട്ടത്തിൽ രൂപപ്പെട്ടതാണ്. ഇപ്പോൾ CBI ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയാണല്ലോ. ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ചില തീരുമാനങ്ങൾ തന്നെയാണ് CBI ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് CBIക്ക് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് മുന്നോട്ട് പോകാം എന്ന കാര്യം തന്നെയാണ്. അനുമതി ലഭിച്ചാൽ അത്തരം അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് കടക്കാമെന്ന് CBI വ്യക്തമാക്കുന്നു. കാരണം പൊതുപ്രവർത്തകരുടെ അഴിമതി നിരോധന നിയമത്തിൽപ്പെടാവുന്ന നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യത തന്നെയാണ് CBI കാണുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ അല്ലെങ്കിൽ ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തിന് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് കോടതിയെ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് പ്രാഥമികമായ വിവരങ്ങൾ ഈ കേസ് സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള കേസുകൾ പ്രധാനപ്പെട്ട കേസുകൾ വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശേഖരിക്കാറുണ്ട്. അങ്ങനെ CBIയും ഇതിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൻ്റെ സാധ്യതകൾ അത്തരം കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം ഹൈക്കോടതിയിൽ നൽകേണ്ടതുണ്ട്, അതിന്റെ കാരണങ്ങളടക്കം ബോധിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായി തന്നെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന കാര്യം CBI വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു അന്വേഷണ ഏജൻസിയുടെയും ആവശ്യമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ ഇത് അന്വേഷിക്കേണ്ടതില്ല. തങ്ങൾ തന്നെ അന്വേഷിച്ച് എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഒരു നിലപാടിലായിരുന്നു സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എങ്കിൽ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് മാത്രം യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരില്ല. എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. പൊതുപ്രവർത്തകർ ഏതെല്ലാം തരത്തിലാണ് ഇതിന്റെ ഭാഗവാക്കായി മാറിയിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഇതിന്റെ സ്വത്ത് സമ്പാദനങ്ങൾ നടത്തിയിട്ടുള്ളത്, എവിടെയെല്ലാമാണ് അതിന്റെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരണമെങ്കിൽ CBI എന്ന അന്വേഷണ ഏജൻസി തന്നെ, അതിന് അധികാരമുള്ള, അതിന് നിരവധി സംവിധാനങ്ങളുള്ള CBI തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം അങ്ങനെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്നത്. അതിനുള്ള ഒരു മറുപടിയിലാണ് ഇപ്പോൾ CBI കോടതിയെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഒന്നിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഉത്തരവിറക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതി അനുകൂലമായ ഒരു ഉത്തരവിറക്കിയാൽ മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ കഴിയുക എന്നൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CBI ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് CBI പോകുന്നു. ആ നിലപാട് സുവ്യക്തമായി തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ഇതോടുകൂടി ഒരു CBI അന്വേഷണത്തിനുള്ള സാധ്യത കൂടിയാണ്. ഒരു ഭാഗത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നു, ECR രജിസ്റ്റർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതിന്റെ അന്വേഷണത്തിന്റെ ഒരു പരിഗണനാ ലിസ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു. അതിന്റെ വിവിധ തലങ്ങളിൽ അന്വേഷണം നടത്തുന്നു. അതേ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ CBI അന്വേഷണം കൂടി നടക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഹൈക്കോടതി അനുകൂല സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ഈ വാദങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം CBIയെ സംബന്ധിച്ചിടത്തോളം എതിർപ്പില്ല, മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു അന്വേഷണ ഏജൻസിയിലൂടെ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ആവശ്യം വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയാണ് എങ്കിൽ CBI അന്വേഷണത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. ഓക്കെ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കേന്ദ്ര ഏജൻസിയായ CBI വ്യക്തമാക്കുകയാണ്. കോടതി ഉത്തരവിട്ടാൽ ഉടൻ തന്നെ ഈ കേസ് ഏറ്റെടുക്കും. ഇക്കാര്യം കോടതിയെ ധരിപ്പിക്കും എന്നും CBI വ്യക്തമാക്കുന്നു. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.